നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുഖം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് പള്ളിയാന്തുരത്തിലാണ്, മൺട്രോത്തുരത്തിലെ പള്ളിയാന്തുരത്തിലാണ്. അപ്പോൾ ഈ മൺട്രോത്തുരത്തിലെ പള്ളിയാന്തുരത്ത് എന്ന് പറഞ്ഞാൽ മനോഹരമായൊരു സ്ഥലമാണ്. മൺട്രോത്തുരത്തിൽ വരുന്ന സഞ്ചാരികളെല്ലാം തന്നെ എന്താണ് പറയുക, നമ്മൾ അവിടെ ഒരു കവാടം പോണക്കുള്ള ഒരു സംവിധാനമുണ്ട്. അവിടെ പോയി ഫോട്ടോ എടുത്തിട്ടാണ് എല്ലാവരും തിരിച്ചു പോകുന്നത്. പക്ഷേ ഈ പള്ളിയാന്തുരത്തിലേക്കൊക്കെ വരുന്നത് കുറച്ചുകൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളാണ് ഈ പള്ളിയാന്തുരത്തിലേക്കൊക്കെ വരുന്നത്, അല്ലെങ്കിൽ കുതിരമുനമ്പിലേക്കൊക്കെ പോകുന്നത്, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അച്ഛനും അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം, അല്ലെങ്കിൽ അവരാദ്യമായിട്ടാണ് മൺട്രോത്തുരത്ത് വരുന്നത്. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സ്ഥലത്ത് വന്നത്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവർ സർപ്രൈസ് ആയിപ്പോയി ഈ സ്ഥലം. പക്ഷേ ഈ സ്ഥലത്തേക്കാൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള മനോഹരമായ യാത്രയും ഇവിടുത്തെ സൺസെറ്റും ഒക്കെ അവർക്കും വളരെയധികം സന്തോഷമായെന്ന് അറിഞ്ഞു. വളരെയധികം സന്തോഷം, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളൊക്കെയാണെങ്കിൽ ഇവിടെ വരണമെന്ന്, ഒരു ഈവനിങ് ഒക്കെ നല്ല മനോഹരമായ സൺസെറ്റൊക്കെ ആസ്വദിച്ചതിന് ശേഷം എന്താണ് പറയുക, ഈ സ്ഥലത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോയത് നല്ല ജീവിതത്തിൽ നല്ലൊരു മെമ്മറബിൾ ആയിട്ടൊരു ദിവസം, അടിപൊളി ഒരു ഡേ ആയിരുന്നു. ഈ സന്തോഷം എല്ലാവരുമായിട്ടും പങ്കുവെക്കുകയാണ്. പള്ളിയാന്തുരത്ത് അല്ലെങ്കിൽ കുതിരമുനമ്പം എന്നുള്ള ഭാഗത്തേക്കുള്ള യാത്ര കുറച്ച് റിസ്ക്കിയാണ്. കാരണം എന്താ, മഴ വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ കാറ്റ് നമുക്ക് പ്രതികൂലമായിരിക്കും, അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സുരക്ഷിതമായിട്ട് വേണം ആ ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടി. അപ്പോൾ മൺട്രോത്തുരത്തിൽ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബോട്ടിങ്ങുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മളിവിടെ കയാക്കിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണ്. മൺട്രോത്തുരത്തിൽ ഓരോ തവണ വരുമ്പോഴും നമ്മൾ ഓരോരോ സംഭവങ്ങളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കനാൽ റോഡുകളിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാധാ തോണിയിലൂടെ ആ കനാൽ റോഡുകളിലൂടെ എല്ലാം സഞ്ചരിക്കുന്ന മറ്റൊരു എക്സ്പീരിയൻസ്, കയാക്കിങ് മറ്റൊരു എക്സ്പീരിയൻസ്. അതോടൊപ്പം തന്നെ ഇവിടെ ആർച്ചുണ്ട്, കണ്ടൽ കൊണ്ടുള്ള ആർച്ചുണ്ട്, ആ ഏരിയയിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും ഇവിടുത്തെ റിസോർട്ടുകളിൽ നമ്മൾ താമസിക്കാറുണ്ട്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്, അല്ലെ ചെമ്മീൻ പാടങ്ങൾ, പിന്നെ അതിലെല്ലാം തന്നെ മൺട്രോത്തുരത്ത് പല കാലഘട്ടങ്ങളിലായിട്ട് പല രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ എന്താണ് പറയുക, നമ്മൾ പള്ളിയാന്തുരത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപിലേക്കാണ് പോകുന്നത്. അച്ഛനും അമ്മയ്ക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ മൺട്രോത്തുരത്തിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന്. അവരെനിക്കൊന്ന് ഇത്രയും നാൾ ഇതിന് മൺട്രോത്തുരത്തിനടുത്ത് ഉണ്ടായിട്ട് പോലും അവരച്ഛനും അമ്മയൊക്കെ ആദ്യമായിട്ടാണ് മൺട്രോത്തുരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ്, മൺട്രോത്തുരത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് നൽകുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഈ അഷ്ടമുടിക്കാലിലൂടെയുള്ള ഒരു ഈവനിങ് ഉള്ള യാത്ര അതൊരു മനോഹരമായ യാത്രയാണ്. വളരെ എന്താണ് പറയുക, ശാന്തമായ കായലിലൂടെയുള്ള യാത്രയും, പിന്നെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. പിന്നീട് തിരിച്ച് ഉള്ള വരവ് അത്ര എന്താണ് പറയുക, വളരെ മനസ്സ് വളരെ കൂളാവുന്ന, അല്ലെ പ്രകൃതിയോടൊക്കെ ഇഴകി ചേരുന്ന, പ്രകൃതിയുടെ മനോഹാരിത ഏറ്റവും ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമൊക്കെയാണ് പലപ്പോഴും ഇവിടെ ഉണ്ടാവാറുള്ളതും. വളരെ സന്തോഷകരമായിട്ട് ആണ് ഈ യാത്ര നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പോകുന്ന വഴിക്ക് എന്താണ് പെരുമൺ പാലവും, പഴയ പെരുമൺ പാലം കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പെരുമൺ പാലത്തിലേക്ക് ട്രെയിനുകളിൽ പോകുന്നതായിട്ടുള്ള കാഴ്ചകളും ഒക്കെ വളരെ ദൂരത്തിൽ തന്നെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ക്യാമറയിൽ ആ ഒരു സംഭവങ്ങൾ ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. പിന്നീട് നമ്മൾ പള്ളിയാന്തുരത്ത് എന്ന് പറയുന്ന ആ ഒരു ദ്വീപാണ് ദൂരെ കാണുന്നത്. കണ്ടോ, ഇവിടുന്ന് അത്രയും ദൂരമുണ്ട്. പക്ഷേ നമുക്ക് നേരെ സ്ട്രെയിറ്റായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വെള്ളം പോകുന്നതിന് അതിൻ്റെ രീതികളുണ്ട്. അതിൻ്റെ ഓരം ചേർന്നൊക്കെയാണ് നമ്മൾ ആ ഭാഗത്തേക്ക് എത്താൻ പറ്റുന്നത്. ഇപ്പോൾ വളരെ ദൂരത്തിലാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ സൺസെറ്റൊക്കെ ആറായിട്ടുണ്ട്. സൺസെറ്റ് ഇന്ന് മേഘമൊക്കെ കുറേ ഉണ്ട്, എന്നാലും വളരെ മനോഹരമായൊരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഏകദേശം പള്ളിയാന്തുരത്തിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കുക, ഏകദേശം ഒരു 3.5 ഏക്കറോളം ഉള്ള ഒരു സ്ഥലമാണ് ഈ പള്ളിയാന്തുരത്ത് എന്ന് പറയുന്നത്. അത്രയും ഏരിയ ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ കയറി നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, നടക്കാനും ഒക്കെ ഒരുപാട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം ഒരു ദ്വീപിനുള്ളിൽ പോവുക എന്നൊക്കെ കേട്ടിട്ടില്ല, അതായത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിനുള്ളിൽ നമ്മൾ പോവുക, അവിടുത്തെ കാഴ്ചകൾ കാണുക, അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു ഫീലാണ് പലപ്പോഴും. ഓക്കെ, അപ്പോൾ അവിടേക്കുള്ള നമ്മുടെ യാത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് അടുത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി കിട്ടുന്നുണ്ട്. ഇതിനെ വളരെ അടുത്ത് ചെന്ന് ചേർന്നതിന് ശേഷം വേണം നമുക്കിറങ്ങി ഇതിനുള്ളിലേക്കൊക്കെ പോകാൻ വേണ്ടി. ഇപ്പം മൺട്രോത്തുരത്ത് വരുന്ന സമയത്ത് മൺട്രോത്തുരത്ത് ഒരു ടൂറിസം ഭൂപടത്തിൽ ഒരുപാടായിരുന്നു, കുറേ ആളുകൾ വരുന്നുണ്ട്. ഇവിടുന്ന് ഫുഡ്, അതായത് ഇവിടുത്തെ കരിമീൻ വളരെ നല്ല സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്. അപ്പോൾ അവർ തന്നെ നല്ല രീതിയിൽ ഫുഡുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കനോയിങ് ഉണ്ട്. അപ്പോൾ അത് ഒരു പാക്കേജായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസ് പല മൺട്രോത്തുരത്തിൻ്റെ ഒരുപാട് വീഡിയോസ്, ഒരു 10-15 വീഡിയോസിലധികം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പള്ളിയാന്തുരത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിതാ പള്ളിയാന്തുരത്തിലേക്ക് വെള്ളം അടുപ്പിക്കാൻ പോവുകയാണ്. ഇതായിട്ട് നമ്മൾ വളരെ അടുത്തേക്ക് എത്തിക്കുകയാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് മേഘമൊക്കെ ഉണ്ട്, ചെറിയ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പള്ളിയാന്തുരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ
ചെറിയ മുള്ളും പിന്നെ പടർപ്പേപ്പയുണ്ട്. കുറച്ച് ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. കണ്ണിലൊക്കെ നമ്മുടെ എന്താണ് പറയുക മുള്ള് അല്ലെങ്കിൽ ഇതൊക്കെ കൊള്ളാനുള്ള കമ്പൊക്കെ കൊള്ളാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇറങ്ങാൻ. ഇറങ്ങിയതിന് ശേഷം ഇവിടോട്ട് കയറുകയാണ്. ദ്വീപിലേക്ക് നമ്മളെത്തി. അപ്പോൾ ഇതെന്താ കണ്ടോ, ഈ ഒരു ഭൂമിയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ടെറൈൻ്റെ ഒരു പ്രത്യേകത നോക്കുക. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. വേറെ സ്ഥലത്ത് എത്തിയത് കണക്കുള്ളൊരു ഫീലാണ് നമുക്ക്. പുല്ലൊക്കെ കരിഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളറൊക്കെ നോക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന് നടുക്കാണ് ഇത് നിൽക്കുന്നതെങ്കിൽ പോലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടെറൈനിലെത്തിയൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. ഇത് കാണാൻ പല സ്ഥലങ്ങളിലും പോയി ഫോട്ടോഷൂട്ട് എടുക്കാം. ഈ ഒരു ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന യാത്ര പോലും വളരെ മനോഹരമാണ്. ആദ്യം നമ്മൾ മൺട്രോത്തുരുത്ത് എത്തുന്നു, റോഡ് മാർഗ്ഗം എത്തുന്നു. പിന്നീട് നമ്മൾ ഓപ്പൺ വെള്ളത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ആ ഒരു യാത്ര നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം, സൺസെറ്റ് എൻജോയ് ചെയ്യാം. പിന്നീട് ഇവിടെ നിന്നിട്ട് കുറേ നേരം മനസ്സമാധാനമായിട്ട് നിൽക്കാം, ഫാമിലിയോടൊപ്പം കുറേ സമയം സ്പെൻഡ് ചെയ്യാം, ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ മൺട്രോത്തുരുത്തിൻ്റെ ഒരു എന്താണ് പറയുക, അധികം ആര് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത കുറേ കുതിരമനമ്പം എന്ന് പറയുന്ന മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. അത് ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതും പോകണമെന്നുണ്ട്. അതെന്തായാലും ഒരിക്കൽ ഇനിയൊരു സമയം കിട്ടുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ശിക്കാരി വെള്ളങ്ങൾ ഇവിടെ വരാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓപ്പൺ ബോട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ബോട്ടിനേക്കാളും കുറച്ചുകൂടെ സേഫ്റ്റി ശിക്കാരി വെള്ളങ്ങളാണെന്നാണ് പറയുന്നത്. നമുക്ക് പിന്നീട് മറ്റേതിനകത്ത് വരുമ്പോൾ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ബട്ട് എന്തായാലും നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ മൺട്രോത്തുരുത്തിലേക്ക് വരുന്ന സമയത്ത് സാഹചര്യങ്ങൾ അനുസരിച്ചൊക്കെ ചെയ്യാം. അത് കാരണം ബുക്കിങ്ങൊക്കെ ഭയങ്കര പാടാണെന്ന് തോന്നുന്നു. ബോട്ട് ഇങ്ങോട്ട് വരാനുള്ള ബോട്ടുകളാണെങ്കിൽ വെള്ളങ്ങളൊക്കെ ഒരുപാട് ഓർഡറിങ്ങും ക്യൂ ഒക്കെ ഉണ്ട്. സഞ്ചാരികൾ അധികമുള്ള ദിവസങ്ങളാണ്. ഞായർ ശനിയൊക്കെ ഒരുപാട് സഞ്ചാരികൾ വരികയായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. എല്ലാ ദിവസങ്ങളും കമ്പാരിറ്റീവ്ലി ആൾ കുറവായിരിക്കും. ഇത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ സന്ധ്യ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാഴ്ചയായിരിക്കും വീണ്ടും പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്താണ് ഈ ഒരു സംഭവം. മൺട്രോത്തുരുത്തിൽ നിങ്ങൾ ബാക്കി എല്ലാ സ്ഥലങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പള്ളിയാന്തുരത്തൂടെ നെക്സ്റ്റ് തവണ വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങളിനി അടുത്തൊരു ഫോട്ടോഷൂട്ടിനുള്ളൊരു ശ്രമമാണ്, ഇവിടെ വന്നതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ വെള്ളക്കാരൻ ചേട്ടനാണ് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിൽ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു. പിന്നീട് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ഫുഡ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് ചായ കുടിക്കണം. ചായ കുടിക്കണമെങ്കിൽ ഇവിടെയൊന്നും അതിനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി മൺട്രോത്തുരുത്ത് തന്നെ ചെല്ലണം, അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു ദ്വീപ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബോട്ടിൽ സാമ്പ്രാണിക്കൊടിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇതേ കണക്ക് തന്നെ അവിടെ നമുക്ക് നടുക്ക് കുറച്ച് നേരം ഇറങ്ങി നിൽക്കുക. അത് വെള്ളത്തിലാണ് ഇറങ്ങി നിൽക്കുന്നത്. പക്ഷേ ഇത് രണ്ടും രണ്ട് ആംബിയൻസ് ആണ്. ഇത് ഒരു ദ്വീപ് എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരേണ്ടി വരും. മറ്റേത് ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ട് ചെന്നിറങ്ങുന്നത്. പക്ഷേ ഒരു ദ്വീപ് എക്സ്പീരിയൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ദ്വീപിൽ പോയൊരു ഫീലൊക്കെ കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ മൺട്രോത്തുരുത്ത് വന്നിട്ട് ഇതേപോലെ ഒരു ഓപ്പൺ ബോട്ടിൽ ഓപ്പൺ വെള്ളത്തിൽ നിങ്ങളിവിടെ വന്നാൽ ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ നിന്ന് തിരിച്ച് വെള്ളത്തിൽ കയറിയിട്ട് തുഴഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ പതുക്കെ ഇരുട്ട് വീഴാറായിട്ടുണ്ട്. എന്നാലും നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ കുറച്ചുകൂടി ഇരുട്ടിലുള്ള കുറച്ച് കാഴ്ചകളോട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നിങ്ങൾ നോക്കുക, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീല് നിങ്ങളിത് കാണുമ്പോൾ തന്നെ എൻ്റെ ബ്യൂട്ടി എത്രത്തോളമാണ്. സൗണ്ടാണെങ്കിലും വളരെ ലൈറ്റായിട്ടുള്ള സൗണ്ട് ഒന്നുമില്ല, ഭയങ്കര നോർമലായിട്ടുള്ള ആ വെള്ളത്തിൻ്റെ തുഴയുടെ സൗണ്ട് മാത്രമാണ്. അത്രത്തോളം കാംനെസ് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു പ്രദേശത്തൂടെയുള്ള യാത്ര. സന്തോഷമാണെന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ഫാമിലിയോട്ടൊക്കെ ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ, ഫാമിലി എല്ലാവരോടൊപ്പം അവസരം കിട്ടുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം ഒക്കെ ഇത്തരത്തിലുള്ള യാത്രകൾ ചെയ്യുക. ഫാമിലിയോടൊപ്പം ചെയ്യുന്ന യാത്രയുടെ ഒരു പ്രത്യേകത മറ്റൊരു ഫീലാണ്. അതോടൊപ്പം നമ്മൾ കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് പ്രത്യേകമാണ്. പക്ഷേ കാമുകിമാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ വേറെ ഫീലായിരിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളോടൊപ്പം വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ആളുകൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കിട്ടില്ലൊരു പ്ലേസാണ് മൺട്രോത്തുരുത്ത്. അത് മൺട്രോത്തുരുത്തിൽ തന്നെ ഞാൻ പ്രേക്ഷകർക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. പള്ളിയാന്തുരത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കൂടി നമ്മൾ പ്രേക്ഷകർക്ക് റെക്കമെൻഡ് ചെയ്യുക. കുതിരമനമ്പിലേക്ക് ഇനിയും പോകണം. കുതിരമനമ്പിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നത്, അതെനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ
മൺട്രോത്തുരത്തിൽ വന്നിട്ടുള്ള ആളുകൾ ഇതേപോലെ നമ്മൾ എന്താണ് പറയുക, ഹിഡൻ ജെംസ് എന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ എന്താണ് ഹിഡൻ ഐലൻഡ് ഓഫ് മൺട്രോ ഐലൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ആ രീതിയിൽ മൺട്രോത്തുരത്തിലെ അത്ഭുത ദ്വീപ് എന്നൊക്കെ പറയാൻ ഇതേ കണക്കുള്ള കുറേ സ്ഥലങ്ങൾ, എനിക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ വന്ന പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, അല്ല ഇവിടെ ഉള്ള ആളുകൾക്ക് അറിയാമായിരിക്കും. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് തവണ മൺട്രോത്തുരത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതാ ഇപ്പോൾ ഏകദേശം ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇരുട്ട് വീഴുമ്പോൾ തന്നെ മൊത്തത്തിലുള്ള ഒരിതങ്ങ് മാറുകയാണ്. മൊത്തത്തിലുള്ള എന്താണ് ആംബിയൻസ് തന്നെ അങ്ങ് ഫുള്ളായിട്ട് മാറുന്നൊരു ഫീലാണ്. എന്നാലും നമ്മൾ വളരെയധികം ഹാപ്പിയാണ്. പിന്നെ അച്ഛനമ്മയ്ക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട്, കാരണം അവരാദ്യമായിട്ടാണ് ഇത് പറയുന്നത്. നമ്മളിത്ര യാത്രകളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ പേടിയില്ല. നമുക്ക് വേറെ ചുറ്റുപാടും വേറെ വള്ളങ്ങളൊന്നുമില്ല, ആൾക്കാരൊന്നും ഇല്ല എന്നുള്ളൊരു ഭയമുണ്ട്. അച്ഛനാണെങ്കിലും അതേ കൺസേൺ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരം യാത്രകളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ വളരെ ഫെമിലിയർ ആയതുകൊണ്ട്, മൺട്രോത്തുരത്തുമായിട്ട് വളരെ ഫെമിലിയർ ആയതുകൊണ്ട് നമുക്ക് ആ ടെൻഷനൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും എന്താണ് പറയുക, ആ ടെൻഷനും ആ ആങ്സൈറ്റിയൊക്കെ തന്നെ യാത്രയുടെ ഒരു മാറ്റ് കൂട്ടുന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഫാമിലിയോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇത്തരം യാത്രകൾ ചെയ്യുക. മൺട്രോത്തുരത്തിൽ വരികയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് കൂടി, ഈ ഒരു ഡെസ്റ്റിനേഷൻ കൂടി നിങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്തുക. ഇതിൻ്റെ നമ്മൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസും നമ്മൾക്കുണ്ടായ ഒരു സന്തോഷവും നമ്മൾക്കുണ്ടായ ഒരു ആത്മനിർവൃതിയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അടിപൊളി സൂപ്പർ ഒരു ഡേ ആയിരുന്നു. അങ്ങനെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഡേയുടെ എന്താണ് പറയുക, അതിൻ്റെ ഒരു മെമ്മറി എന്ന നിലയിൽ ഈ വീഡിയോ നമ്മൾ പ്രേക്ഷകർക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളത് എത്തിയിട്ടുണ്ട്, കരയിലെത്തിയിട്ടുണ്ട്. വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമ്മൾ തിരിച്ച് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. തിരിച്ച് മൺട്രോത്തുരത്ത് എവിടെയാണോ നമ്മൾ വള്ളം കയറി അവിടെ തന്നെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റു വീഡിയോ കാണാം. അതൊരു